Hi students, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് കോൺകേവിറ്റി ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകേവിറ്റി. അപ്പോൾ ഒരു ഗ്രാഫിൻ്റെ കോൺകേവിറ്റി, കോൺകേവ് അപ്പ്, കോൺകേവ് ഡൗൺ ബിഹേവിയർ, പിന്നെ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലെക്ഷൻ, അത് മാത്രമല്ല നമുക്കിപ്പോൾ കോൺകേവിറ്റി ബിഹേവിയർ അറിയാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക അതെല്ലാം ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us start. ഫസ്റ്റ് ഓഫ് ഓൾ കോൺകേവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. Definition: the graph of a differentiable function. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഡിഫറൻഷ്യബിൾ, അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം, മനസ്സിലായോ? അതാണ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആയിരിക്കണം. ദ ഗ്രാഫ് ഓഫ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ y is equal to f of x is, ഇപ്പോൾ രണ്ട് ഫീച്ചേഴ്സ് ആയിട്ട് പറയാം ബിഹേവിയർ, ഒന്ന് കോൺകേവ് അപ്പും ഒന്ന് കോൺകേവ് ഡൗണും. ഇൻ ടേംസ് ഓഫ് കോൺകേവ് അപ്പ്, ഓൺ ആൻ ഇന്റർവൽ I if f dash is increasing on I, അപ്പോൾ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് y is equal to f of x എന്ന് പറയുന്ന ഗ്രാഫ്, ഓക്കെ, f of x ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് കോൺകേവ് അപ്പ് ആണെന്ന് എപ്പോഴാണ് പറയാം? വെൻ ഇറ്റ്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഈ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ദാറ്റ് ഇസ് എഫ് ഡാഷ് ഇസ് ഇൻക്രീസിങ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഇന്റർവൽ. ഇപ്പോൾ സപ്പോസ് ഒരു സ്പെസിഫിക് ഇന്റർവൽ a, d അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 അല്ലെങ്കിൽ 0 to ഇൻഫിനിറ്റി കോമൺ ആയിട്ട് നമ്മൾ പറയാറില്ല. ഇപ്പോൾ സ്പെസിഫിക് ഇന്റർവൽസ് ഐ എന്ന് പറയുന്ന സ്പെസിഫിക് ഇന്റർവൽ, ഒരു ഓപ്പൺ ഇന്റർവെല്ലിൽ എഫ് ഡാഷ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണെങ്കിൽ, അതായത് ഡി എഫ് ബൈ ഡി എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻക്രീസിങ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഇന്റർവൽ ആണെങ്കിൽ നമുക്ക് കോൺകേവ് അപ്പ് ആണ് കിട്ടുക ആ ഗ്രാഫിൻ്റെ. എഗെയിൻ എഫ് എന്ന് പറയുന്നത് കോൺകേവ് ഡൗൺ ആയിരിക്കും എപ്പോൾ? ഇൻ ദ സെയിം ഇന്റർവൽ ഇഫ് എഫ് ഡാഷ് ഇസ് ഡിക്രീസിങ് ഓൺ ഐ. ക്ലിയർ ആയല്ലോ? അതേ സെയിം ഇന്റർവെല്ലിൽ ഇഫ് സപ്പോസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇസ് ഡിക്രീസിങ്, ആ പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ അതിൻ്റെ ഡെറിവേറ്റീവ്, ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് കേട്ടോ, എഫ് ഡാഷ് ഇസ് ഡിക്രീസിങ് ഓൺ ദാറ്റ് ഇന്റർവെൽ, അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് എന്തായിരിക്കും? കോൺകേവ് ഡൗൺ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ കോൺകേവിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ എഫ് ഡാഷ്. ഓക്കെ, ഇനിയിപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരു ഫംഗ്ഷന് ഇതേപോലെ നമുക്ക് കോൺകേവ് അപ്പ്, കോൺകേവ് ഡൗൺ, പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ഇതെല്ലാം നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അത് ഫർദർ സ്ലൈഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, y is equal to x cube. അപ്പോൾ y is equal to x cube എന്ന് പറയുന്ന ഗ്രാഫാണ് ഇവിടെ സ്കെച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ രണ്ട് പാർട്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ കർവിൻ്റെ ടേണിങ് ബിഹേവിയർ ദാറ്റ് ഈസ് ഡിഫറെൻ്റ് അല്ലേ? അതായത് 0 to ഇൻഫിനിറ്റിയിലും മൈനസ് ഇൻഫിനിറ്റി ടു 0ലും രണ്ടും രണ്ട് ബിഹേവിയർ, ടേണിങ് ക്യാരക്ടറിസ്റ്റിക് ആണ് കാണിക്കുന്നത്. സോ ഈ ഗ്രാഫ് നോക്കിയാൽ അറിയാം, റൈറ്റ് സൈഡിൽ അതായത് 0 to ഇൻഫിനിറ്റി ഇന്റർവെല്ലിൽ ദ ഗ്രാഫ് ഇസ് കോൺകേവ് അപ്പ്, അതായത് y is equal to f of x that is x cube is concave up in the right side, അതായത് 0 to ഇൻഫിനിറ്റി ഇന്റർവെൽ. ഇനി മൈനസ് ഇൻഫിനിറ്റി ടു 0 ഇന്റർവെല്ലിൽ ഇറ്റ് ഇസ് കോൺകേവ് ഡൗൺ. ഗ്രാഫ് സ്കെച്ച് ചെയ്തിരിക്കുന്നത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ കോൺകേവ് അപ്പും കോൺകേവ് ഡൗണും ആ ഡിഫറൻസ് മനസ്സിലാക്കാം. എഗെയിൻ ഫർദർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതേ സെയിം ഗ്രാഫ് തന്നെയാണ് നെക്സ്റ്റ് ഞാൻ രണ്ട് സ്ലൈഡ്സിലും സെയിം ഗ്രാഫ് തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, കാരണം ആ ഗ്രാഫ് നോക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കൂടുതൽ ഡിസ്ക്രിപ്ഷനിലേക്ക് പോവാം. അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു എഫ് ഡാഷിൻ്റെ കേസ് അല്ലേ? എഫ് ഡാഷ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇന്റർവെൽ ഇൻക്രീസിങ് ആണെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി കോൺകേവ് അപ്പ് അല്ലേ? y is equal to x cube എന്ന് പറയുന്ന ഗ്രാഫ് കോൺകേവ് അപ്പ് ആയിരിക്കും. അത് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കറക്റ്റായിട്ട് വാല്യൂസ് സ്കെച്ച് ചെയ്ത് നോക്കിയാലും ഇങ്ങനെ തന്നെയാണ് കിട്ടുക, മനസ്സിലായോ? സ്കെച്ച് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ അതിൻ്റെ ബിഹേവിയർ ബേസ്ഡ് ഓൺ കോൺകേവിറ്റി ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എഫ് ഡാഷ് എന്ന് പറയുന്ന വാല്യൂ ഇൻക്രീസിങ് ആണ് ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിലെങ്കിൽ ആ ഇന്റർവെല്ലിൽ ആ ഗ്രാഫ് കോൺകേവ് അപ്പ് ആയിരിക്കും. ഇനി അതേസമയം എഫ് ഡാഷിൻ്റെ വാല്യൂ ഡിക്രീസിങ് ആണെങ്കിൽ ആ പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ ഗ്രാഫ് കോൺകേവ് ഡൗൺ ആയിരിക്കും. സോ പോയിന്റ്സ് നോട്ട് ചെയ്യുക. In the above figure, y is equal to x cube curve rises as x increases. അല്ലേ? x increase ചെയ്യുമ്പോൾ y is equal to x cube ൻ്റെ വാല്യൂ എന്തായിരിക്കും? x increase ചെയ്യുമ്പോൾ x cube increase ചെയ്യും അല്ലേ? അപ്പോൾ ഫംഗ്ഷൻ increases. പക്ഷേ it turn in different ways. അപ്പോൾ നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതേപോലെ y is equal to x cube ആ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഈ രണ്ട് കേസിലും, അതായത് രണ്ട് ഇന്റർവെൽസ് ദാറ്റ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു 0 ആൻഡ് 0 to ഇൻഫിനിറ്റി, ഇപ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോൺസെപ്റ്റ് പോലെ പറയുകയാണെങ്കിൽ
മൈനസ് ഇൻഫിനിറ്റി ടു സീറോയിലും 0 to ഇൻഫിനിറ്റിയിലും നമ്മുടെ കർവ് y is equal to x ക്യൂബ് രണ്ട് രീതിയിലാണ് ടേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ബിഹേവിയർ ചേഞ്ച് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ആസ് വി അപ്രോച്ച് ഒറിജിൻ ഫ്രം ദ ലെഫ്റ്റ്, അതായത് ലെഫ്റ്റിൽ നിന്ന് നമ്മൾ ഒറിജിനിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ദ കർവ് ടേൺസ് ടു അവർ റൈറ്റ്, കർവ് നമ്മുടെ റൈറ്റിലേക്ക് ടേൺ ചെയ്യും ആൻഡ് ഫാൾസ് ബിലോ ഇറ്റ്സ് ടാൻജൻസ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പോർഷനാണ് പറയുന്നത്. ഓക്കെ, the curve turns to our right, നമ്മുടെ റൈറ്റിലേക്ക് ടേൺ ചെയ്യും, it falls below tangents. മനസ്സിലായോ? ഇതിപ്പോൾ ഇവിടെ ടാൻജൻസ്, കുറേ ടാൻജൻസ് ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഗ്രാഫ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാൽ മനസ്സിലാവും. സോ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ ലെഫ്റ്റ്, ഫ്രം ദ ലെഫ്റ്റ് വി ആർ അപ്രോച്ചിങ് ദ ഒറിജിൻ. മനസ്സിലായി? ഇപ്പോൾ ഇതാണ് ഒറിജിൻ. ലെഫ്റ്റിൽ നിന്ന് ഒറിജിനിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കർവ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റിലേക്കാണ് ടേൺ ചെയ്യുക. ക്ലിയർ ആയോ? മനസ്സിലായോ? പക്ഷേ ഇറ്റ് ഫാൾസ് ബിലോ ഇറ്റ്സ് ടാൻജൻസ്. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ അതിലൂടെ പാസ് ചെയ്യുന്ന ടാൻജൻസ്, അപ്പോൾ ആ കറസ്പോണ്ടിങ് പോയിന്റ് നമ്മളിപ്പോൾ ആ കർവ് ബെൻഡ് ആവും തോറും അല്ലെങ്കിൽ റൈറ്റിലേക്ക് ടേൺ ആവും തോറും അത് അതിൻ്റെ ടാൻജന്റിന് താഴെയാണ് ഫോളോ ആയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. The slope of the tangents are decreasing on the interval. അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ടാൻജൻസിന് ബിലോ ആണ് കർവ് ഫോൾ ചെയ്യുക. അത് മാത്രമല്ല ഈ ടാൻജൻസിൻ്റെ സ്ലോപ്സ്, ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഇല്ലേ, നമ്മളിപ്പോൾ dy/dxൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാറില്ലേ, ഓൾറെഡി നമ്മൾ ടാൻജൻസ് റിലേറ്റഡ് പ്രോബ്ലംസും തിയറിയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ഓൾസോ. അപ്പോൾ ടാൻജൻസിൻ്റെ ഇതേപോലെ സ്ലോപ്സും നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് വാല്യൂ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു സീറോയിൽ ഡിക്രീസിങ് ആയിട്ടാണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, സ്ലോപ്പ് വാല്യൂ ഓഫ് ദ ടാൻജൻസ് ആർ ഡിക്രീസിങ് ഓൺ ദ ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു സീറോ. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇനി നമുക്ക് അതർ പോർഷൻ, അതായത് 0 to ഇൻഫിനിറ്റി പോർഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൈനസ് ഇൻഫിനിറ്റി ടു സീറോ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. ആസ് വി മൂവ് എവേ ഫ്രം ദ ഒറിജിൻ, അതായത് ഇനി നമ്മൾ ഒറിജിനിൽ നിന്ന് എവേ, ദാറ്റ് ഇസ് നമ്മുടെ ടുവേർഡ്സ് പോസിറ്റീവ് എക്സ് എന്ന് പറയുന്നത്, away from the origin മൂവ് ചെയ്യുകയാണെങ്കിൽ along the curve to the right. അപ്പോൾ along the curve to the right, അപ്പോൾ along the curve നമ്മൾ മൂവ് ചെയ്യാണ് കേട്ടോ, away from origin. അങ്ങനെയാകുമ്പോൾ the curve turns to our left. അപ്പോൾ curve എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റിലേക്കാണ്, ഇപ്പം ഇങ്ങനെ പോയിട്ട് നമ്മുടെ ലെഫ്റ്റിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇത്രയും ബെൻഡിങ് അല്ല, സ്റ്റിൽ ലെഫ്റ്റിലേക്കാണ് ആ ഒരു ബെൻഡിങ് വരുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. away from origin പോകുമ്പോൾ curve bends towards our left. ഓക്കെ, and rises above its tangents. ക്ലിയർ ആയല്ലോ? അത് മാത്രമല്ല ടാൻജൻസിൻ്റെ എബവ് ആണ് അത് റൈസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ടാൻജൻസ് എടുത്ത് നോക്കിയാൽ അറിയാം ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പാസ് ചെയ്യുന്ന ടാൻജൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന കർവിൻ്റെ ബെൻഡിങ് അല്ലെങ്കിൽ കർവ് ടേൺ ചെയ്യുന്നത് എബവ് ദ ടാൻജൻറ്റ് ലെവൽ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദ സ്ലോപ്സ് ഓഫ് ദ ടാൻജൻസ് ആർ ഇൻക്രീസിങ്. ക്ലിയർ ആയല്ലോ? ഈ പെർട്ടിക്കുലർ ഇന്റർവൽ 0, ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ സ്ലോപ്സ് ഇൻക്രീസിങ് ആണ്. ഓക്കെ, ദിസ് ടേണിംഗ് ഓർ ബെൻഡിങ് ബിഹേവിയർ ഡിഫൈൻസ് ദ കോൺകേവിറ്റി ഓഫ് ദ കർവ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു ടേണിംഗ് അല്ലെങ്കിൽ ബെൻഡിങ് ബിഹേവിയർ, അതിനെയാണ് നമ്മൾ കോൺകേവിറ്റി ഓഫ് ദ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇവിടെ കൺസിഡർ ചെയ്യാം അല്ലേ? ഒന്ന് മൈനസ് ഇൻഫിനിറ്റി ടു സീറോ, ഓൾസോ 0 to ഇൻഫിനിറ്റി, 10 അല്ല സോറി, ഓൾസോ 0 to ഇൻഫിനിറ്റി. അപ്പോൾ ഇതുപോലെ രണ്ട് ഇൻ്റർവൽസ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു സീറോയിൽ കോൺകേവ് ഡൗൺ ആണ്, എഫ് ഡാഷ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ആണ്. അതേപോലെ 0 to ഇൻഫിനിറ്റിയിൽ എഫ് ഡാഷ് ഇൻക്രീസിങ് ആണ്, കോൺകേവ് അപ്പ് ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആയി മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ കോൺകേവിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ. ഇപ്പോൾ കോൺകേവിറ്റി ബിഹേവിയർ ഇപ്പോൾ പറഞ്ഞു, കോൺകേവ് അപ്പും കോൺകേവ് ഡൗണും അല്ലേ? അപ്പോൾ അത് ഡിറ്റർമിൻ ചെയ്യാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ലെറ്റ് y is equal to f of x be twice differentiable. അതായത് രണ്ട് പ്രാവശ്യം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. y is equal to f of x on an interval I. ഒരു പെർട്ടിക്കുലർ ഇന്റർവൽ ഐയിൽ y is equal to f of x എന്ന് പറയുന്ന ഫംഗ്ഷന് നമുക്ക് രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇനി രണ്ട് കേസസ് ആയിട്ടാണ് പറയുന്നത്. ഇഫ് എഫ് ഡബിൾ ഡാഷ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ഓൺ ദിസ് ഐ, then the graph of f over I is concave up. അപ്പോൾ നേരത്തെ നമ്മൾ എഫ് ഡാഷ് ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എഫ് ഡബിൾ ഡാഷ്, ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ഓൺ ദിസ് പെർട്ടിക്കുലർ ഇന്റർവൽ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് എന്തായിരിക്കും? കോൺകേവ് അപ്പ് ആയിരിക്കും. ഇനി എഫ് ഡബിൾ ഡാഷ് ലെസ് ദാൻ 0, അതായത് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ, ദെൻ ഗ്രാഫ് ഓഫ് എഫ് എന്ന് പറയുന്നത് കോൺകേവ് ഡൗൺ ആയിരിക്കും.
ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞു വെക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകേവിറ്റി. അപ്പോൾ ഒരു ഗ്രാഫ് കോൺകേവ് അപ്പാണ് കോൺകേവ് ഡൗൺ എന്ന് എപ്പോഴാണ് പറയാൻ പറ്റുക? ഇപ്പോൾ സപ്പോസ് ആ ഫംഗ്ഷൻ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് വാല്യൂ കണ്ടുപിടിക്കാം. ആ സെക്കൻഡ് ഡെറിവേറ്റീവ് വാല്യൂ ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആണെങ്കിൽ ദെൻ ദ ഗ്രാഫ് ഇസ് കോൺകേവ് അപ്പ്. ഇനി നേരെ റിവേഴ്സ്, അതായത് ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 0 ഓർ നെഗറ്റീവ് ദെൻ ഇറ്റ് ഇസ് കോൺകേവ് ഡൗൺ. നെക്സ്റ്റ്, ഈ കോൺകേവിറ്റി ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ. ഓക്കെ, പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ. അപ്പോൾ കൺസിഡർ എ പോയിന്റ് സി കോമ എഫ് ഓഫ് സി. ഇപ്പോൾ നമ്മൾ എക്സ് കോമ വൈ എന്ന് മെൻഷൻ ചെയ്യുന്നത് എക്സ് കോമ എഫ് ഓഫ് എക്സ് മെൻഷൻ ചെയ്യാറുണ്ട് അല്ലേ? അതായത് വൈ ഇസ് എഫ് ഓഫ് എക്സ് നമുക്കറിയാം, അതുകൊണ്ട് എക്സ് കോമ എഫ് ഓഫ് എക്സ് എന്ന് പറയാറുണ്ട്. സപ്പോസ് എക്സ് സി ആണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഇത് എഫ് ഓഫ് സി. ഓക്കെ, ആ നൊട്ടേഷനാണ് യൂസ് ചെയ്തത്, വേറെ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. സോ എ പോയിന്റ് സി എന്ന് പറയുന്നത്, അതായത് സി കോമ എഫ് ഓഫ് സി കേട്ടോ, എക്സ് കോമ വൈ പറയുന്ന പോലെ തന്നെ എ പോയിന്റ് സി കോമ എഫ് ഓഫ് സി where the graph of a function has a tangent line and where the concavity changes is a point of inflection. മനസ്സിലായല്ലോ? അപ്പോൾ സി കോമ എഫ് ഓഫ് സി എന്ന് പറയുന്ന പോയിന്റിൽ എന്തായാലും ആ ഗ്രാഫിന്, ഒരു ഫംഗ്ഷന്റെ ഗ്രാഫിന് ടാൻജന്റ് ലൈൻ ഉണ്ട്. അത് മാത്രമല്ല കോൺകേവിറ്റി ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ചേഞ്ച് ചെയ്യും, അതായത് ഈ അപ്പും ഡൗണും ആ ഒരു ചേഞ്ചിൽ ടേണിംഗ് ബിഹേവിയർ ചേഞ്ച്. അപ്പോൾ അതാണ് പറയുന്നത്, ആ പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? At a point of inflection c comma f of c, either f double dash of c is 0 or f double dash of c fails to exist. അതൊരു റിസൾട്ട് ആണ്, അതായത് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് at this particular point of inflection ഒന്നെങ്കിൽ f double dash of c നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും, അല്ലെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യില്ല. മനസ്സിലായോ? ഓക്കെ, f double dash of c fails to exist. ഇനി നമുക്ക് ജസ്റ്റ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, അതായത് ഗ്രാഫ് എങ്ങനെയാണ് കോൺകേവിറ്റി ബിഹേവിയർ ഒരു ഫംഗ്ഷന്റെ വരുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ കോൺകേവിറ്റി ഓഫ് y is equal to 3 plus sin x on the closed interval 0, 2 pi. ഓക്കെ, ക്ലോസ്ഡ് ഇന്റർവൽ 0, 2 പൈയിൽ y is equal to 3 plus sin x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ കോൺകേവിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ നോക്കാം. y is equal to 3 plus sin x. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ y ഡാഷ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. അഗെയിൻ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം, y ഡബിൾ ഡാഷ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും കാര്യങ്ങളും പഠിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് y ഇസ് ഈക്വൽ ടു 3 പ്ലസ് സൈൻ എക്സ്. നമുക്ക് സൈൻ എക്സിൻ്റെ അറിയാം അല്ലേ? അപ്പോൾ 3 പ്ലസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു ഷിഫ്റ്റിംഗ് ആണ് നടന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതേ സെയിം ഗ്രാഫ് തന്നെ shifted to y is equal to 3. അപ്പോൾ അത് മനസ്സിലാക്കുക, 3 plus sin x എന്ന് പറയുന്നത്. സോ ആ ഒരു ഗ്രാഫാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഒറിജിനൽ സ്റ്റാർട്ട് ചെയ്യുന്ന പകരം y is equal to 3 ആ പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 3 plus sin x ആയതുകൊണ്ട്. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. ഓക്കെ, the curve has a tangent line of slope -1 at the point pi, 3. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാക്ട്ലി ഇപ്പോൾ ഇത് നമ്മുടെ സൈൻ വേവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതേപോലെ ആ കർവ് ചേഞ്ച് ചെയ്യുന്നത്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് അത് റിവേഴ്സ് ചെയ്യുന്നത്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാഗ്നിറ്റ്യൂഡ് അത് നമുക്കറിയാം. അപ്പോൾ 0 to 2 pi നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇത് പൈ ഹാഫ് ഇൻ്റർവൽ. അപ്പോൾ ഈ പൈ എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാം, അതിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് ലൈൻ ആണത്. ആ ടാൻജന്റ് ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1 വാല്യൂ ആയിരിക്കും. അതെങ്ങനെയാണ് കിട്ടുക? നമുക്ക് y ഡാഷ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ, അറ്റ് ദാറ്റ് എക്സ്. അപ്പോൾ dy ബൈ ഡി എക്സ് അല്ലേ നമുക്ക് ടാൻജന്റ് ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ y ഡാഷ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ആണെന്ന് അറിയാം. ഇനി എക്സ് ഈക്വൽ ടു പൈയിൽ, ഈ ഒരു പോയിന്റ് ആണ് എക്സ് ഈക്വൽ ടു പൈയിൽ കോസ് പൈയുടെ വാല്യൂ എന്താ? -1 ആണ്. മനസ്സിലായോ? ഇതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഓഫ് ദ ടാൻജന്റ്. ഓക്കെ, അപ്പോൾ പൈ, 3, അതായത് ഇത് നോക്കിയാൽ അറിയാം ഈ പൈ എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ എക്സാക്ട്ലി ആ ഹാഫ് ഇൻ്റർവെല്ലില്ലേ അത് ശരിക്കും ഈ 3യുടെ അവിടെ ആയിരിക്കും. മനസ്സിലായോ? നമ്മൾ നോർമലി ഒരു സൈൻ വേവ് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന പോലെയാണ് വരയ്ക്കുക. സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ എന്നല്ല, ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നത്. നെഗറ്റീവ് സൈഡും ഉണ്ടല്ലോ, ഇവിടെ ജസ്റ്റ് പോസിറ്റീവ് സൈഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. 3 പ്ലസ് സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ 3 പ്ലസ് സൈൻ എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ. പൈ എക്സാക്ട്ലി ദ ഹാഫ് ഇൻ്റർവൽ. അപ്പോൾ പൈ, ഇതെന്ന് പറയുന്നത് കറക്റ്റ് 3യിലായിരിക്കും ഈ പൈ എന്ന് പറയുന്ന വാല്യൂ എത്തുന്നത്.
അപ്പോൾ പൈ കോമ 3 ആണ് ഈ ഒരു പോയിന്റ്. ഓക്കെ, ഇതാണ് പൈ വാല്യൂ. നെക്സ്റ്റ് ഇതിൽ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് ഇവിടെ വരച്ചിട്ടുണ്ട്. ആ ടാൻജന്റിന്റെ സ്ലോപ്പിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അറ്റ് എക്സ് ഈക്വൽ ടു പൈ എന്താ വാല്യൂ? -1. ദിസ് പോയിന്റ് ഇസ് കോൾഡ് എ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ഓഫ് ദ കർവ്. അല്ലെ, ഈ ഒരു പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ഓഫ് ദ കർവ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗ്രാഫ് നോക്കിയാലും മനസ്സിലാവും നിങ്ങൾക്ക് ആ ഗ്രാഫ് ഇങ്ങനെ റിവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, ദ ഗ്രാഫ് ക്രോസസ് ഇറ്റ്സ് ടാൻജന്റ് ലൈൻ അറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിഫൈൻ ചെയ്തു. ഈ ഒരു പോയിന്റിൽ ടാൻജന്റ് ലൈനും ഉണ്ടാവണം, പിന്നെ ഈ ഒരു പോയിന്റിലാണ് എക്സാക്ട്ലി നമ്മുടെ കർവ് എന്ന് പറയുന്നത് ബെൻഡിങ് അല്ലെങ്കിൽ ടേണിങ് ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫിനെ സംബന്ധിച്ച് ഈ ഒരു പോയിന്റ് പൈ കോമ 3 എന്ന് പറയുന്ന പോയിന്റിൽ എന്തായാലും ടാൻജന്റ് ലൈൻ ഉണ്ട് അല്ലെ. ആൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് y ഡബിൾ ഡാഷ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഹാസ് വാല്യൂ 0 വെൻ എക്സ് ഈക്വൽ ടു പൈ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെക്കൻഡ് ഡെറിവേറ്റീവ് സംടൈംസ് മേ ഫെയിൽ ടു എക്സിസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഇറ്റ് മേ ബി 0 പറഞ്ഞു. ശരിയല്ല? അപ്പോൾ ഇവിടെ y ഡബിൾ ഡാഷിന്റെ വാല്യൂ എടുത്ത് നോക്കിയാൽ അറിയാം മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷനിൽ മൈനസ് സൈൻ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് പൈ ആണ്. അപ്പോൾ സൈൻ എൻ പൈ നമുക്കറിയാം വാല്യൂ 0 ആണ്. സോ ഓൾറെഡി നമ്മൾ റിസൾട്ടിൽ ഇപ്പോൾ പറഞ്ഞു പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷനിൽ ഇതേപോലെ ചിലപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇറ്റ് മേ ബി 0 ഓർ വിൽ ഫെയിൽ ടു എക്സിസ്റ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് പറഞ്ഞത് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ എന്താ? പൈ കോമ 3. കാരണം ഈ ഒരു പോയിന്റിൽ ടാൻജന്റ് ഉണ്ട്. ഓക്കെ, പാസിംഗ് ത്രൂ ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്. ഓൾസോ നമ്മുടെ കർവിന്റെ കോൺകേവിറ്റി ചേഞ്ച് ആവുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 5/3. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സാധാരണ എക്സും വൈയും കറസ്പോണ്ടിങ് വാല്യൂസ് അനുസരിച്ച് പ്ലോട്ട് ചെയ്യില്ല, അതുപോലെ തന്നെ എക്സ് റേസ് ടു 5/3 ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ആക്ച്വലി കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നത് കണ്ടോ. ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ഒറിജിൻ 0ലാണ് അത് ചേഞ്ച് ചെയ്യുന്നത്, കോൺകേവ് അപ്പും കോൺകേവ് ഡൗണും ആവുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് കാണാം. അതായത് ദ ഗ്രാഫ് ഹാസ് എ ഹൊറിസോണ്ടൽ ടാൻജന്റ് അറ്റ് ദ ഒറിജിൻ. ഓക്കെ, നമ്മുടെ ഈ ഗ്രാഫിന് ഹൊറിസോണ്ടൽ ടാൻജന്റ് ആണുള്ളത് അറ്റ് ഒറിജിൻ. ബിക്കോസ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? 0 ആയിട്ടാണ് നമുക്ക് കിട്ടുക. ക്ലിയർ ആയോ? അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ വാല്യൂ അത് നോക്കിയാൽ അറിയാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 5/3യുടെ ഡെറിവേറ്റീവ് എന്താ? nx റേസ് ടു n-1. അതായത് 5/3 ഇൻറ്റു എക്സ് റേസ് ടു 5/3 മൈനസ് 1. 5/3 മൈനസ് 1 എന്ന് പറയുന്നത് 2/3 ആണ്. ഓക്കെ, 5 മൈനസ് 3/3 ദാറ്റ് ഇസ് 2/3. അപ്പോൾ 5/3 എക്സ് റേസ് ടു 2/3 കിട്ടും. ഓക്കെ, അതാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഇനി എക്സിന് 0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എഫ് ഡാഷിന്റെ വാല്യൂ എന്താ നമുക്ക് കിട്ടുക? 0 ആണ് കിട്ടുക. മനസ്സിലായല്ലോ? അതായത് ഒറിജിനിൽ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് എന്താ? 0 ആണ്. സോ എന്തായാലും ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, സോ however the second derivative നമുക്ക് എഫ് ഡബിൾ ഡാഷിന്റെ കേസ് എടുക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഓൾറെഡി നമുക്ക് 0 കിട്ടി when x is 0. അതുകൊണ്ട് ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആണ്. അതായത് എക്സാക്ട്ലി ആ എക്സ് ഈക്വൽ ടു 0, അതായത് ആ ഹൊറിസോണ്ടൽ ലൈനിന് പാരലൽ ആയിട്ട് അതുപോലെ അതിലൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതാണല്ലോ ടാൻജന്റ് എന്ന് പറയുന്നത്. however the second derivative എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ നമുക്ക്? d/dx ഓഫ് 5/3 എക്സ് റേസ് ടു 2/3. എഫ് ഡാഷ് ആണ് 5/3 എക്സ് റേസ് ടു 2/3. അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ എഫ് ഡബിൾ ഡാഷ് കിട്ടും. സോ 5/3 ഇൻറ്റു എക്സ് റേസ് ടു 2/3യുടെ ഡെറിവേറ്റീവ്. ഓക്കെ, എക്സ് റേസ് ടു 2/3 ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2/3 ഇൻറ്റു എക്സ് റേസ് ടു 2/3 മൈനസ് 1. 2/3 മൈനസ് 1 എന്ന് പറയുന്നത് 2 മൈനസ് 3/3, അതായത് മൈനസ് 1/3. മനസ്സിലായല്ലോ? ഇനി ഇത് 5/3 ഇൻറ്റു 2/3 എന്താ? 10/9. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 10/9 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1/3. ക്ലിയർ ആയല്ലോ? 10/9 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1/3. ഇനി ശ്രദ്ധിക്കാം, ഒറിജിനിൽ അതായത് എക്സ് ഈക്വൽ ടു 0ൽ എന്താ സംഭവിക്കാം? 10/9 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1/3 ആണ്. ദാറ്റ് മീൻസ് എക്സ് ഡിനോമിനേറ്ററിലാണ് വരിക. 1/x റേസ് ടു 1/3 വരും അല്ലേ? കാരണം ഇത് പവർ നെഗറ്റീവ് അല്ലേ, ഇൻറ്റു 10/9. അപ്പോൾ ഇവിടെ എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല വാല്യൂ അല്ലെ, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇറ്റ് ഫെയിൽസ് ടു എക്സിസ്റ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ.
നമുക്ക് ആ ഗ്രാഫ് എന്ന് പറയുന്നത് കോൺകേവ് അപ്പും ഡൗൺ ആവുന്നത് ഒറിജിനിലാണ്. അപ്പോൾ ആ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷനിൽ നമ്മുടെ സെക്കൻഡറി ഇതാണ് ഫെയിൽസ് ടു എക്സിസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ നേരത്തെ പ്രീവിയസ് പ്രോബ്ലത്തിൽ കിട്ടിയ പോലെ 0 ആയിട്ട് കിട്ടും വാല്യൂ, അല്ലെങ്കിൽ ഫെയിൽസ് ടു എക്സിസ്റ്റ് എന്ന് പറയുന്നത് ഇതേപോലെ നോട്ട് ഡിഫൈൻഡ് എക്സ് ഡിനോമിനേറ്ററിലൊക്കെ വരുന്ന വാല്യൂസ് അല്ലേ, കാരണം എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഫെയിൽസ് ടു എക്സിസ്റ്റ്. ഓക്കെ, അപ്പോൾ nevertheless f double dash of x is less than 0 for x less than 0 and f double dash of x is greater than 0 for x greater than 0. So the second derivative changes sign at x equal to 0 and there is a point of inflection at the origin. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പക്ഷേ അത് x equal to 0 കേട്ടോ. f double dash of x ന്റെ വാല്യൂ എന്താണ്? 10/9 into x raised to minus 1/3 ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂസിനനുസരിച്ച് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂസ് എങ്ങനെയാണ് ചേഞ്ച് ആവുക? അതായത് എക്സ് എന്ന് പറയുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ നമുക്ക് വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. 1-2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി നോക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സും ലെസ് ദാൻ 0 ആണ് കിട്ടുക. അതേപോലെ നേരെ തിരിച്ചും എക്സ് ഗ്രേറ്റർ ദാൻ 0 കൊടുക്കുമ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടുക. അതുകൊണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടു, എക്സ് ലെസ് ദാൻ 0ലും എക്സ് ഗ്രേറ്റർ ദാൻ 0ലും എഫ് ഡബിൾ ഡാഷിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഇതേപോലെ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ചേഞ്ചസ് സൈൻ at x equal to 0. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ? There is a point of inflection at the origin. Next one, y is equal to x raised to 1/3. Okay, y is equal to x raised to 1/3. അപ്പോൾ അത് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നത്? So the graph of y is equal to x raised to 1/3 has a point of inflection. ഇവിടെയും ഇതേ ഗ്രാഫിന് ഇതേപോലെ കോൺകേവ് അപ്പ് ഡൗൺ എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ, അതായത് ഒറിജിൻ തന്നെയാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ കിട്ടുക. ഇനി അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ കേസ് നോക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് ഇസ് പോസിറ്റീവ് ഫോർ എക്സ് ലെസ് ദാൻ 0 ആൻഡ് നെഗറ്റീവ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. അതെങ്ങനെയാണ് വരുന്നത്? ആദ്യം y ഡബിൾ ഡാഷ് കാണാം. അപ്പോൾ y is equal to x raised to 1/3. അപ്പോൾ ആദ്യം y ഡാഷ് കാണാം. 1/3 into x raised to 1/3 minus 1. അപ്പോൾ 1/3 minus 1 എന്ന് പറയുന്നത് 1 minus 3/3 ആണ്. That is minus 2/3. അപ്പോൾ 1/3 x raised to minus 2/3. മനസ്സിലായല്ലോ? അങ്ങനെയാണ് നമുക്ക് y ഡാഷ് കിട്ടുക. ഇനി ഇതിന്റെ വൺസ് മോർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനെ വൺസ് മോർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വിൽ ഗെറ്റ് y ഡബിൾ ഡാഷ് അല്ലേ. അപ്പോൾ 1/3 into x raised to minus 2/3 ഡെറിവേറ്റീവ് എന്താ? minus 2/3 x raised to minus 2/3 minus 1. minus 2/3 minus 1 എന്ന് പറയുന്നത് minus 5/3 ആണ്. then ഇത് minus 2/9 വരും. ക്ലിയർ ആയല്ലോ? 1/3 into minus 2/3 എന്താ? minus 2/9. അപ്പോൾ നമുക്ക് എഫ് ഡബിൾ ഡാഷ്, അതായത് y ഡബിൾ ഡാഷിന്റെ വാല്യൂ minus 2/9 into x raised to minus 5/3 എന്ന് കിട്ടി. ഇവിടെ അഗെയിൻ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ സൈൻ ചേഞ്ച് വരും. അതായത് ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ വാല്യൂ minus 2/9 into x raised to minus 5/3 ആണ്. x raised to minus 5/3 ആണ് വരുന്നത്. അപ്പോൾ എക്സിന്റെ വാല്യൂസ് നെഗറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അതുപോലെ the y double dash value will be negative for x greater than 0. x പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കുമ്പോൾ y ഡബിൾ ഡാഷ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്തായാലും മനസ്സിലായി, പോയിന്റ് ഓഫ് ഒറിജിനിൽ കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ സൈൻ പ്ലസ് മൈനസ് ചേഞ്ചസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒറിജിൻ തന്നെയാണ് ഇതിന്റെ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് y ഡാഷും y ഡബിൾ ഡാഷും ഇവിടെ ഫെയിൽസ് ടു എക്സിസ്റ്റ് ആണ്. കാരണം എന്താ? y ഡാഷിന്റെ വാല്യൂ എന്താ കിട്ടിയത്? 1/3 into x raised to minus 2/3. അതായത് 1/3 into 1/x raised to 2/3. ഇവിടെ xന് 0 കൊടുത്തു കഴിഞ്ഞാൽ again the term is not defined. അതുപോലെ തന്നെയാണ് ഈ ഒരു ടേം y ഡബിൾ ഡാഷും. അവിടെയും minus 2/9 1/x raised to 5/3 വരും. ഇവിടെയും xന് 0 കൊടുത്തു കഴിഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. സോ
ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ ഈ പോയിന്റിൽ നമ്മുടെ എഫ് ഡാഷും അതായത് എഫ് ഡാഷും വൈ ഡാഷും സെയിം വൈ ഡാഷും വൈ ഡബിൾ ഡാഷും എക്സിസ്റ്റ് ചെയ്യാൻ തന്നെ ഫെയിൽ ആവുകയാണ്. മനസ്സിലായോ? ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. അപ്പോൾ അത് കാരണം അത് സപ്പോസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും ആ x=0 എന്ന് പറയുന്നത് എന്താണ്? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ തന്നെയാണ്. ബിക്കോസ് സെക്കൻഡ് ഡെറിവേറ്റീവും ഇതേപോലെ സൈൻ ചേഞ്ചസ് വരുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, നമുക്ക് ടാൻജന്റ് എന്തായിരിക്കും? വെർട്ടിക്കൽ ടാൻജന്റ് ആയിട്ടാണ് കിട്ടുക. ഓക്കെ, താങ്ക് യു.